ഇന്നത്തെ മിനി വ്ളോഗ് ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് മാവ് കൊണ്ട് നമുക്കൊരു ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ മൈദാമാവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഗോതമ്പ് മാവ് കൊണ്ട് എങ്ങനെയാണ് ഗുലാബ് ജാമുൻ നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് മാവും അതിലോട്ട് 1 കപ്പ് പാൽപ്പൊടി, ഒരു നുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യോടി ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ടൊന്ന് പെരഞ്ഞെടുക്കണം. നന്നായിട്ട് സോഫ്റ്റായിട്ട് പെരഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുനുള്ള മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ ഞാൻ പെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു 2 കപ്പ് പഞ്ചസാര ഇട്ട് അതുപോലെ അത് സെയിം ആവുന്ന പോലെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായി തിളപ്പിച്ചെടുക്കുക. അതിലോട്ട് നമുക്ക് വാനില എസൻസോ അല്ലെങ്കിൽ 2 ഏലക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് നല്ല ഫ്ലേവർ ഉണ്ടാവും. നന്നായിട്ട് ഷുഗർ സിറപ്പിൻ്റെ പാകം എല്ലാവർക്കും അറിയുന്നു വിചാരിക്കും. നമുക്കിങ്ങനെ നന്നായിട്ടൊരു ടെക്സ്ചർ വരും. നമ്മളിങ്ങനെ വെള്ളം മാറിയിട്ട് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി വരുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഈ മാവ് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ എണ്ണയിലോട്ട് ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കണം. നമ്മൾ കുറച്ച് റൗണ്ടായിട്ടുള്ള പാത്രമാണെങ്കിൽ നമുക്ക് ഒരുപാട് എണ്ണ ആവശ്യം വരാതെ ഒന്നിച്ച് ഒരേ സമയം കുറച്ച് വറുത്തെടുക്കുകയും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആണോ സമയത്ത് നമുക്ക് വറുത്ത് മാറ്റിയിട്ട് ഈ ഷുഗർ സിറപ്പിലോട്ട് മാറ്റിയിടാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഗോതമ്പ് മാവായതുകൊണ്ട് തന്നെ നമ്മളിത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വറുത്ത് മാറ്റിയിട്ട് ഷുഗർ സിറപ്പിലോട്ട് ഇടുക. അത് കുറച്ച് ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് വെളിച്ചെടുത്ത് ഗുലാബ് ജാമുനൊക്കെ ഇങ്ങനെ വെയിലും തൈ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഗുലാബ് ജാം നമുക്ക് കിട്ടും. നമുക്കിത് ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയില്ല കേട്ടോ. നമ്മൾ മൈദാമാവിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.